ഗുഡ് മോർണിംഗ് ആൾ. 2024 ഏപ്രിൽ 3-ാം തീയതിയാണെന്ന്. ഇന്നാണ് നമ്മൾ HHS ഇൻഫ്രാമാർട്ടിൽ 6 മാസക്കാലമായിട്ട് ഉണ്ടായിരുന്ന ആ കോൺടെസ്റ്റിൻ്റെ വിന്നറെ തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ആ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും തന്നായിരുന്നു, രാവിലെ 10 മണിക്ക് തിരഞ്ഞെടുക്കുക എന്നുള്ളത്. കുറച്ച് അറേഞ്ച്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് ലേറ്റായി, എന്നാലും നമ്മൾ ആ ഒരു ഇവൻറ്റിലേക്ക് വരികയാണ്. ഇപ്പോൾ നമ്മളുള്ളത് HHS ഇൻഫ്രാമാർട്ടിൻ്റെ ബാത്ത് ഡിവിഷനിലാണുള്ളത്. ബാത്ത് ഡിവിഷനിലെ ഒരു സാനിറ്ററി ഷോറൂമിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഇവൻറ്റ് ചെയ്യുന്നത്. നമ്മളിതിനു വേണ്ടി പ്ലാൻ ചെയ്യുന്നത് എല്ലാ ഡിവിഷനിലും കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കൂപ്പണുകളെ നമ്മൾ ഈ ഒരു ഡിവിഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ലക്കി വിന്നർ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ തന്നെ ഒരു കസ്റ്റമർ ആയിരിക്കണം എന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ ആ കസ്റ്റമേഴ്സൊക്കെ ഒന്ന് വന്ന് സെറ്റാകാം. വരുന്നവരെ നേരെ നമുക്ക് ഈ ലക്കി ഡ്രോയിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അവർക്ക് പ്രോഡക്റ്റുകൾ സെലക്ട് ചെയ്യണം, അതിനുള്ള സമയം കൊടുക്കണമായിരുന്നു. അതുകൊണ്ടാണ് ഇത് ലേറ്റ് ആയത്. അപ്പം നമ്മൾ വന്ന കസ്റ്റമേഴ്സിനോട് സംസാരിച്ച് ഒരു കസ്റ്റമർ റെഡിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകനും ഒപ്പം ഉണ്ട്. നമുക്ക് അവരെ ഒന്നും നമ്മുടെ ഈ ഒരു ഇവൻറ്റിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ വരുന്നത് വിക്ടർ ഹാൻഡ്സ് ഗ്രോയെ തുടങ്ങിയ ഡിവിഷൻ്റെ മുമ്പിലാണ് വരുന്നത്. സർ ഗുഡ് മോർണിംഗ്. നമുക്ക് ആ ഇവൻറ്റിലേക്ക് വരാമല്ലോ. ഓക്കെ, പേരെന്താ സാറിൻ്റെ പേര്? ഓക്കെ, നമുക്ക് അങ്ങോട്ട് നിൽക്കാം. വാ. ഓക്കെ, നമ്മളിനി ആ ഒരു ഇവൻറ്റ് നടത്താൻ ഉദ്ദേശിക്കുന്നത് HHSൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡിയോയിലാണ്. അപ്പോൾ ആ ഒരു സ്റ്റുഡിയോ നമുക്കിനി പരിചയപ്പെടാം. ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു സ്റ്റുഡിയോ പരിചയപ്പെടാം. സർ പ്ലീസ്. ഇങ്ങോട്ട് HHS ഇൻഫ്രാമാർട്ടിലെ എല്ലാ ഡിവിഷൻ ഹെഡ്സും ഇവിടെയുണ്ട്. ഇവരുടെ എല്ലാവരുടെയും മുഖത്ത് ഒരാകാംക്ഷ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാവരെ പോലെ തന്നെ എനിക്കും ഉണ്ട്, നിങ്ങൾക്കും ഉണ്ടാവും. ഈ 3 ലക്ഷം ലക്കി വിന്നർ ആകാൻ പോകുന്ന ആൾ ആരാണെന്നറിയാൻ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നമ്മളുടെ എല്ലാ ഡിവിഷനിലെയും അല്ലെങ്കിൽ എല്ലാ ഡിവിഷനിലും കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കൂപ്പണുകളുടെ ബോക്സാണ്. ഈ ബോക്സിലുള്ള കൂപ്പണുകളെല്ലാം നമ്മൾ ഈ ഒരു ഗ്ലാസ് ബോക്സിലേക്ക് ഇട്ടിട്ട് അതിൽ നിന്നാണ് നമ്മൾ ആ വിന്നറെ തിരഞ്ഞെടുക്കുന്നത്. സർ, നമ്മള് 3 ലക്ഷം രൂപയാണ് നമ്മള് പൈസ കൊടുക്കുന്നത്. അതിന്റെ ക്രൈറ്റീരിയകൾ നമ്മൾ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരു ദിവസം HDFC 50,000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തവർക്കാണ് കൂപ്പൺ കൊടുത്തിട്ടുള്ളത്. ആ ആൾക്കാർക്ക് നമ്മൾ കൂപ്പൺ എടുത്താൽ ഈ പേര് ഇതിനെടുത്ത് അതിന്റെ യൂസ് നമ്പറും ആളുടെ ഡേറ്റയും എടുത്ത് ഇവിടെ തന്നെ നമ്മൾ ചെക്ക് ചെയ്യും. നമ്മുടെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ടുണ്ടോ. മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും നമ്മൾ ആ പേര് അനൗൺസ് ചെയ്യുന്നത്. ഇനി ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നമ്മളൊരു കാര്യം പറഞ്ഞു, HHSുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാഫിന് മറ്റാർക്കും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ആ കൂപ്പൺ അസാധുവാക്കും. അല്ലാത്ത ആളിനെ നമ്മൾ വിന്നറായി പ്രഖ്യാപിക്കുകയും വരാൻ പോകുന്ന ഞങ്ങളുടെ നെക്സ്റ്റ് മന്ത് നടക്കുന്ന ആനുവൽ ഡേറ്റ് ഫാമിലി സൈഡ് വരെ ഇൻവൈറ്റ് ചെയ്തതിനു ശേഷം അവിടെ സ്റ്റേജിൽ വെച്ചിട്ടായിരിക്കും ആ ക്യാഷ് അവാർഡ് നമ്മൾ കൊടുക്കുന്നത്. എന്തായാലും നമുക്ക് തുടങ്ങാം. നമ്മുടെ ഓരോ ഡിവിഷനിൽ നിന്നുള്ള കുട്ടികൾ വന്നിട്ടുണ്ട്. അതൊരു ആദ്യം ഈ ലാസ്റ്റ് വെച്ചിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇത് നമ്മുടെ കൊല്ലം ബ്രാഞ്ചിൽ നിന്ന് വന്നേക്കുന്നതാണ്. അവിടെ നിങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ബോക്സ് ചെയ്യാൻ ചെയ്യാത്തതുകൊണ്ട് അവർ അവിടുന്ന് കൂപ്പൺസ് കൂടുതൽ കളക്ട് ചെയ്തു. ഓരോരോ ബോക്സായിട്ട് തന്നെ കൊല്ലം ബ്രാഞ്ചിന്റെയാണ് നമ്മൾ കൂപ്പൺ ഇട്ടേക്കുന്നത്. നമ്മളിവിടെ വരുന്ന ഏതെങ്കിലും ഒരു കസ്റ്റമറെ കൊണ്ടായിരിക്കണം ചെയ്യണോ നമ്മൾ നിർബന്ധം ഉണ്ടായിരുന്നു. അദ്ദേഹം എന്ത് സാർ വഴിപാടുള്ള കസ്റ്റമറാണ്. നമ്മുടെ ആക്ടിവിറ്റീസ് പഠിപ്പിക്കാൻ വന്നതാണ്. അവിടെ നിന്നാണ് നമ്മൾ കസ്റ്റമർ വിസിറ്റ് ചെയ്തത്.
ചക്കോളിന്റെ സ്പീഡാൻസ്
എല്ലാരും നമ്മള് നമ്മുടെ വിന്നറിനെ തെരഞ്ഞെടുക്കാൻ പോവാണ്. നമ്മള് ഷഫിൾ ചെയ്തതിനു ശേഷം നമ്മളെടുക്കുക. നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സിസ്റ്റം എല്ലാം ഇരിക്കുന്നു. എന്തെങ്കിലും നമ്മുടെ ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നമ്മൾ വളരെ ചെക്ക് ചെയ്തതാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇൻകേസ് എന്നാലും നമ്മൾ ഒന്നുകൂടെ ചെക്ക് ചെയ്യും. അപ്പൊ ചെക്ക് ചെയ്തതിനു ശേഷം ആ വിന്നറെ നമ്മൾ ഇപ്പൊ തന്നെ ലൈവായിട്ട് തന്നെ ഇവിടുന്ന് ഫോൺ വിളിച്ച് അറിയിക്കുന്നത്. എന്തായാലും സർക്കാരിന്റെ അച്ഛേട്ടനാണ് നമ്മുടെ ഈ വിന്നറെ തെരഞ്ഞെടുക്കുന്നത്. നല്ലപോലെ ഒന്ന് ഷഫിൾ ചെയ്തതിനു ശേഷം ആരാ ഭാഗ്യശാലി നോക്കാം. ₹3,00,000 ആൾക്കാർക്ക് നോക്കാം. അതിന്റെ എത്രാമത്തെ ആ ഒരു കംഫർട്ട് ലെവൽ വരുന്നത് വരെ ഷഫിൾ ചെയ്ത് വരാൻ വരില്ല. ഒന്ന് കൈ കാണിച്ചാൽ എല്ലാവരും ചേട്ടനാണ് ചേട്ടനുണ്ട് നോക്കുക. ഇതിൽ നിന്ന് ഒരാളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുക. എന്തിനാണ് ഇത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നാളെ നമുക്കറിയാവുന്നവർക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരോപണങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫോൺ കസ്റ്റമറെ എന്നെ നമ്മൾ പോയി കണ്ട് ചോദിച്ചിരുന്ന ഒരു സംഭവമുണ്ട്. അത് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞു നോക്കി. ദെൻ നമ്മുടെ മുമ്പിൽ തന്നെ എല്ലാ ഡിവിഷനിലെയും എല്ലാ ബ്രാഞ്ചിന്റെയും പോക്കലിട്ടു. അച്ഛൻ തന്നെ ഷഫിൾ ചെയ്തു. ദെൻ ഇനി ആരാണെന്ന് നോക്കാം. അത് നോക്കാതെ തന്നെ ഒരാളെ എടുത്തു. ഓക്കെ എന്തായാലും നമ്മള് ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. 10713669. ജഗന്നിവാസൻ 9820. ഓക്കെ, അപ്പോ ഇതിന്റെ അകത്ത് ജഗന്നിവാസൻ ജഗന്നിവാസൻ എന്ന് പറയുന്ന ആളാണ്. അയാളുടെ ഇൻവോയ്സ് നമ്പർ 10713669 ആണ്. അതേപോലെ തന്നെ കോൺടാക്ട് നമ്പർ 9820463034 ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ സിസ്റ്റം, നമ്മുടെ HTS സിസ്റ്റത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് കറക്റ്റ് ആണ്. ജഗന്നിവാസൻ, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇൻവോയ്സ് നമ്പർ വന്നിട്ട് 10713669. അതേപോലെ നമ്മുടെ ക്രൈറ്റീരിയ ഒരു ദിവസം 50,000 രൂപ മേളിൽ പർച്ചേസ് ചെയ്യണമെന്നായിരുന്നു. അത് ഏകദേശം 1,00,000 മുകളിൽ പർച്ചേസ് ഉണ്ട്. എന്തായാലും നമുക്ക് അഡ്രസ് പനച്ചോട്ടിൽ, കായംകുളം, തട്ടാവഴി, കായംകുളം. അപ്പൊ എന്തായാലും നമുക്കൊന്ന് അദ്ദേഹത്തിനെ മൊബൈലിലൊന്ന് വിളിക്കാം. നമുക്ക് വിന്നർ ആയിട്ടുള്ളത് നമ്മുടെ
ഞങ്ങൾ കോൾ ചെയ്യുന്നുണ്ട്, പക്ഷേ കോൾ പിക്ക് ചെയ്യുന്നില്ല. ഓക്കെ, എനിവേ എന്തായാലും നമ്മുടെ ലൈവില് നമ്മൾ ഒന്നുകൂടെ കാണിക്കാം. ഇദ്ദേഹമാണ് വിന്നർ. ഈ ഫേസ്ബുക്ക് ലൈവിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് HHVSന്റെ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെടാം. നമ്മൾ ഇത് നൽകുന്നത് നമ്മുടെ ജസ്റ്റ് നെക്സ്റ്റ് മന്ത് നമ്മുടെ ആനുവൽ മീറ്റാണ്, HHVSന്റെ ആനുവൽ മീറ്റാണ്. ആ ആനുവൽ മീറ്റിലായിരിക്കും അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്ത് പരസ്യമായി വേദിയിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ നൽകുന്നത്. എനിവേ ഈ ഗിവ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി. ഈ വർഷവും ഇതിനേക്കാൾ നല്ല പ്രോഗ്രാമുകളോട് ഞങ്ങൾ വരും. ഞങ്ങളുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു.